നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ചില മഴക്കാല കാഴ്ചകളാണ്. നമ്മുടെ തെരട്ടമല ഗ്രൗണ്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളുടെ പഞ്ചായത്തിൽ മഴ പെയ്ത് ആദ്യം വെള്ളം കയറുന്നത് ഞങ്ങളെ ഈ നാട്ടിലായിരിക്കും. ഇവിടെ ചുറ്റുഭാഗത്തും പുഴയും തോടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവിടെ. ഈ ഗ്രൗണ്ടിൻ്റെ ആ ഭാഗത്ത് ഒരു തോടുള്ളത് കൊണ്ട് ആ തോട്ടിലൂടെയാണ് ഈ വെള്ളം ഇങ്ങോട്ട് കയറുന്നത്. ഞാനൊക്കെ ഒരുപാട് കളിച്ച് നടന്ന ഗ്രൗണ്ടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വെള്ളം എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെയാണ്, അതുകൊണ്ട് പിള്ളേരൊന്നും കാണാനില്ല. വൈകുന്നേരമൊക്കെ ആയാൽ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ പിള്ളേരെ കൊണ്ട് ഒരു കളിയായിരിക്കും. നമ്മുടെ ചാലിയാർ പുഴ ഇതിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനമായ നിലമ്പൂരൊക്കെ നല്ല മഴ പെയ്താൽ ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് വെള്ളം കയറും. അവിടുന്ന് മഴവെള്ളം കുത്തിയൊഴിച്ച് ചാലിയാറിലൂടെ ഈ ഭാഗത്തൂടെയാണ് പോകുന്നത്. ഈ ഗ്രൗണ്ടിൻ്റെ അപ്പുറമാണ് കേട്ടോ ചാലിയാറ്. അവിടെ വേറൊരു പുഴ കൂടിയുണ്ട്, ചെറുപുഴ എന്ന് പറയും. പിന്നെ അപ്പുറത്ത് പാറക്കടവ് പറഞ്ഞിട്ട് വേറൊരു പുഴ കൂടിയുണ്ട് കേട്ടോ. ഈ രണ്ട് പുഴകളും കൂടി ചേരുന്നത് ഈ ചാലിയാർക്കാണ്. ഈ പാറക്കടവ് പറഞ്ഞ പുഴയും ചെറുപുഴ പറഞ്ഞ പുഴയും നിറഞ്ഞു കവിഞ്ഞാൽ പാറക്കടവിൽ നിന്ന് വെള്ളം നേരെ ചെറുപുഴയിലേക്ക് തെരട്ടമല അങ്ങാടിയിലൂടെയാണ് ഒഴുകൽ. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലൊക്കെ ഇവിടെ അങ്ങാടിയിൽ ഏകദേശം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒക്കെ ഒന്നാം നില കഴിഞ്ഞിട്ടുണ്ട്, അത്ര വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങാടിയിലൂടെ ഒരു പുഴ ഒഴുകുന്ന പോലെയാണ് വെള്ളം പോയിരുന്നത്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിലൊരു ബിൽഡിംഗ് ഉണ്ട്, ഞാനിവിടെ കയറി നിൽക്കുകയാണ് മഴ കൊള്ളാതിരിക്കാൻ. ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോളർ ഉണ്ടായിരുന്നു, സി ജാബിർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ പണിതത്. ഇതിപ്പോൾ നമ്മൾ കണ്ട ഗ്രൗണ്ടിൻ്റെ മേലുള്ള ഗ്രൗണ്ടാണ് കേട്ടോ. ഊർങ്ങാട്ടിരി പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടാണിത്. അപ്പോൾ ഇവിടെ പുതിയൊരു ഓപ്പൺ ജിമ്മൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളൊക്കെ നടക്കൽ. നല്ല മഴ പെയ്താൽ അവിടേക്കൊക്കെ വെള്ളം കയറാണ് കേട്ടോ. ഏകദേശം ഈ പോസ്റ്റിൻ്റെ ഹൈറ്റിൽ വെള്ളം നിൽക്കാറുണ്ട് ഇവിടേക്ക്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഭാഗത്തൊക്കെ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ പാടങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വെള്ളം കയറാറുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് പോയി നോക്കാം. ഇത് ഇവിടെ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു പാടമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ പാടങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ആ കാണുന്ന വീടിൻ്റെ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറിയിരുന്നു കേട്ടോ. അത്ര ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ ഏകദേശം ഈ റോട്ടിലേക്ക് വെള്ളം കയറാനായിട്ടുണ്ട്. ഈ റോഡിൻ്റെ രണ്ട് സൈഡും പാടങ്ങളാണ് കേട്ടോ. ഈ വെള്ളമൊന്നും ഇല്ലാത്ത സമയത്ത് ഈ റോഡ് കാണാൻ നല്ല ഭംഗിയാണ്, രണ്ട് സൈഡും പാടങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഏകദേശം വെള്ളം ഈ ലെവലിൽ എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി കയറിയാൽ ഈ റോട്ടിലേക്ക് കയറും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപുഴയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് വെള്ളം ഇങ്ങോട്ടേക്ക് കയറുന്നത്. ഇവിടെ ഒരു തോടുണ്ട്, ഈ തോടിലൂടെ വെള്ളം ഇങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ചെറുപുഴ. അപ്പോൾ അതാ ഇവിടെ ഏകദേശം വെള്ളം ഇവിടെ എത്തിയിട്ടുണ്ട്, റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഒരുപാട് അങ്ങോട്ട് വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.